Your future in healthcare starts here. BVOC Healthcare Programs. BVOC Dialysis Technology. Learn critical skills to support kidney health. BVOC Radiology and Imaging Technology. Master the technology that reveals the unseen. BVOC Medical Laboratory Technology. Explore the lab work that informs every diagnosis. BVOC Nutrition and Dietetics. Learn to guide healthier choices and support wellness. Step into a rewarding career with hands-on training and industry insights. Empire College of Science. Muadal, Kudapuram, Malappuram. വളാഞ്ചേരിയുടെ വികസനത്തിൽ വിളറിപൂണ്ട ഇടതുപക്ഷം അടിസ്ഥാനരഹിതമായ ആരോപണം ഉന്നയിക്കുന്നുവെന്ന് UDF. ജീവിതം വഴിമുട്ടി നിൽക്കുന്ന ജനങ്ങളുടെ മേൽ ഇടുത്തി എന്നതുപോലെ വൈദ്യുതി ചാർജ് ക്രമാതീതമായി വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. ഇതിനെതിരെ പ്രതിഷേധിക്കുകയോ ഇതിനെതിരെ പ്രതികരിക്കുകയോ ചെയ്യാതെ ജനരോഷം സർക്കാരിനെതിരെ ആണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ ജനരോഷത്തെ വഴിതിരിച്ചിടാൻ വേണ്ടി ചില ആളുകൾ സംസ്ഥാന സർക്കാരിന്റെ വിവിധ വകുപ്പുകളുടെ പ്രശസ്തിക്കും അനുമോദനങ്ങൾക്കും പാത്രമായ വളാഞ്ചേരി നഗരസഭയ്ക്കെതിരെ തെറ്റായ ആരോപണങ്ങളും സമരങ്ങളുമായി മുന്നിട്ടിരിക്കുകയാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ജനവികാരം സർക്കാരിനെതിരാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ ജനവികാരത്തെ വഴിതിരിച്ചിടാൻ വേണ്ടി സമരങ്ങളും കഴിഞ്ഞ ദിവസം നടത്തിയ പത്രസമ്മേളനങ്ങളും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതാണ്. ഈ സാഹചര്യത്തിൽ സത്യാവസ്ഥ ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ട ബാധ്യത ഐക്യ ജനാധിപത്യ മുന്നണിക്കുണ്ട്. അതിനുവേണ്ടിയാണ് ഇന്ന് ഈ പത്രസമ്മേളനം വിളിച്ചിരിക്കുന്നത്. ആ സമരത്തിൽ മുനിസിപ്പാലിറ്റിയുടെ മുമ്പിൽ നടന്ന സമരത്തിൽ ഉന്നയിച്ച ഒരു ആരോപണം തൊഴിലുറപ്പ് തൊഴിലാളികളുടെ വേതനം വിതരണം ചെയ്യുക, അവർക്ക് തൊഴിൽ ദിനം വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. തൊഴിലുറപ്പ് തൊഴിലാളികളുടെ തൊഴിൽ ദിനം നിശ്ചയിക്കുന്നത് മുനിസിപ്പാലിറ്റി ആണോ ഗവൺമെന്റ് ആണോ എന്ന് പോലും തിരിച്ചറിയാതെ ആണ് സമരരംഗത്ത് ഇറങ്ങി തിരിച്ചിട്ടുള്ളത്. വികസന വിരുദ്ധരായി ജനങ്ങൾക്കിടയിൽ പരിഹാസ്യരായ വളാഞ്ചേരിയിലെ LDF നേതൃത്വം സ്വന്തം വീഴ്ചകൾ മറച്ചുവെക്കാൻ വേണ്ടിയാണ് വില കുറഞ്ഞതും അടിസ്ഥാനരഹിതവുമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നതെന്നും നിത്യോപയോഗ സാധനങ്ങളുടെ വിലവർധനവും വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിച്ചതടക്കമുള്ള സർക്കാരിന്റെ ജനദ്രോഹ നടപടികളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ LDF നടത്തുന്ന പൊറാട്ട് നാടകമാണ് LDF നേതാക്കൾ കഴിഞ്ഞ ദിവസം നടത്തിയ വാർത്താ സമ്മേളനമെന്നും UDF വളാഞ്ചേരി മുനിസിപ്പൽ കമ്മിറ്റി ഭാരവാഹികൾ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. LDF കഴിഞ്ഞ ദിവസം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ കാര്യങ്ങൾ അടിസ്ഥാനരഹിതവും വസ്തുതയ്ക്ക് വിരുദ്ധവുമാണ്. ജനദ്രോഹ നടപടികളുമായി മുന്നോട്ടു പോകുന്ന സംസ്ഥാന സർക്കാരിനെതിരെയാണ് ഇവർ സമരം ചെയ്യേണ്ടത്. ആരോപണത്തിൽ ഉന്നയിച്ച പൈങ്ങണ്ണൂർ സ്കൂളിന്റെ പ്രവൃത്തി സംസ്ഥാന സർക്കാരിന്റെ കീഴിലുള്ള സിൽക്ക് എന്ന ഏജൻസിയാണ് നടത്തുന്നത്. വേലികളും പാർക്കിന്റെ നിർമ്മാണ പ്രവൃത്തിയും ഇതേ രീതിയിൽ സർക്കാരിന് കീഴിലുള്ള ഏജൻസിയാണ് ഏറ്റെടുത്തിട്ടുള്ളത്. പാർക്കിൽ 3 വർഷത്തിനുള്ളിൽ സംഭവിക്കുന്ന എല്ലാ തകരാറുകളും പരിഹരിക്കാൻ ഏജൻസിയുമായി ധാരണയുമുണ്ട്. നഗരത്തിലെ CCTV സ്ഥാപിച്ചത് കെൽ എന്ന സർക്കാർ ഏജൻസിയാണ്. ഏറ്റവും ക്വാളിറ്റിയുള്ള ക്യാമറയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ബസ് സ്റ്റാൻഡിലും ഈ ക്യാമറ കൊണ്ട് നിരവധി കുറ്റകൃത്യങ്ങളും അപകടങ്ങളും കണ്ടെത്താൻ സാധിച്ചു എന്നുള്ളത് കാണാതെ വില കുറഞ്ഞ ആരോപണമാണ് ഉന്നയിക്കുന്നത്. പഴയ ബസ് സ്റ്റാൻഡിനായി ഏറ്റെടുത്തുള്ള സ്ഥലം ഉടമയ്ക്ക് തിരിച്ചു കിട്ടുന്ന രീതിയിലുള്ള നടപടിയല്ല നടത്തിയിട്ടുള്ളത്. മാത്രമല്ല ഇപ്പോഴത്തെ അവസ്ഥയിൽ ഒന്നിൽ കൂടുതൽ ബസ് സ്റ്റാൻഡ് വേണമെന്നതിന്റെ അടിസ്ഥാനത്തിൽ പൊതുജനങ്ങൾക്ക് ഏറ്റവും സൗകര്യപ്രദമായ സ്ഥലത്താണ് പുതിയ ബസ് സ്റ്റാൻഡ് സ്ഥാപിക്കാൻ ഒരുങ്ങുന്നത്. ബസ് സ്റ്റാൻഡ് വിഷയത്തിൽ പ്രപ്പോസൽ വന്നപ്പോൾ അതിൽ നിന്ന് മാറി നിന്നവരാണ് ഇവിടുത്തെ LDF എന്നും അന്ന് വികസന വിരുദ്ധ പ്രവർത്തനമാണ് LDF ചെയ്തതെന്ന് പകൽ വെളിച്ചം പോലെ എല്ലാവർക്കും അറിയാമെന്നും UDF നേതാക്കൾ പറഞ്ഞു. നിരവധി വികസന പ്രവർത്തനങ്ങളാണ് വളാഞ്ചേരി നഗരസഭ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നഗരസഭാ വികസന പ്രവർത്തനങ്ങൾ ഇടതുപക്ഷ അംഗങ്ങൾ കൂടി അടങ്ങിയ കൗൺസിലിന്റെ തീരുമാനത്തിലാണ് നടപ്പിലാക്കുന്നത്. അന്നൊന്നും എതിർപ്പ് പറയാതെ വാർത്താ സമ്മേളനം വിളിച്ചു അടിസ്ഥാനരഹിതമായ ആരോപണം ഉന്നയിക്കുന്നത് ഇടതുപക്ഷത്തിന്റെ ഇരട്ടത്താപ്പാണ്. 4 വർഷമായി ഇല്ലാത്ത അടിസ്ഥാനരഹിതമായ ആരോപണവുമായി വരുന്നത് ഇലക്ഷൻ മുന്നിൽ കണ്ടുകൊണ്ടുള്ള നാടകമാണിതെന്ന് പൊതുജനം തിരിച്ചറിയും. സംസ്ഥാനത്തിന് തന്നെ മാതൃകയായ രീതിയിൽ ഒട്ടനവധി വികസന പ്രവർത്തനങ്ങളാണ് വളാഞ്ചേരി നഗരസഭ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനുള്ള തെളിവാണ് ഇപ്പോൾ നഗരസഭയ്ക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന അംഗീകാരങ്ങൾ.
തിരുവനന്തപുരം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ജവഹർലാൽ നെഹ്റു കൾച്ചറൽ സൊസൈറ്റിയുടെ ഏറ്റവും മികച്ച മുനിസിപ്പൽ ചെയർമാനുള്ള മഹാത്മജി പുരസ്കാരം വളാഞ്ചേരി നഗരസഭാ ചെയർമാനാണ് ലഭിച്ചത്. മികച്ച പാർലമെന്റ് അംഗങ്ങളെയും സാമൂഹ്യ പ്രവർത്തകരെയും ഈ വേദിയിൽ പുരസ്കാരം നൽകി ആദരിച്ചിരുന്നു. മികച്ച മേയറായി ആര്യ രാജേന്ദ്രനെയാണ് തെരഞ്ഞെടുത്തിരുന്നത്. വളാഞ്ചേരി നഗരസഭയുടെ വികസനത്തിൽ വിളറി പൂണ്ട ഇവിടുത്തെ ഇടതുപക്ഷം അടിസ്ഥാനരഹിതമായ ആക്ഷേപങ്ങൾ പറഞ്ഞ് വികസനം മുരടിപ്പും ജനങ്ങളെ വിഡ്ഢികളാക്കുകയുമാണ് ചെയ്യുന്നത്. വികസനത്തിന് കൂട്ടുനിന്നില്ലെങ്കിലും വികസന പ്രവർത്തനത്തിന് തടസ്സം നിന്ന് ജനങ്ങൾക്കിടയിൽ പരിഹാസ്യരാവരുതെന്നുമാണ് ഇവരോട് പറയാനുള്ളതെന്നും UDF നേതാക്കൾ പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ UDF മുനിസിപ്പൽ ചെയർമാൻ P. രാജൻ മാസ്റ്റർ, കൺവീനർ മുഹമ്മദ് അലി നീറ്റുകാട്ടിൽ, P. മുസ്തഫ, അലി കൊട്ടാരം എന്നിവർ പങ്കെടുത്തു. നിരവധി കോടിക്കണക്കിന് രൂപയുടെ പദ്ധതികളാണ് ഈ 4 വർഷം കൊണ്ട് നമ്മളെ നഗരസഭ നടപ്പാക്കി. ഇതിൽ വിരളി പൂണ്ട ആളുകളാണ്. ഇപ്പോൾ ഏതായാലും തെരഞ്ഞെടുപ്പ് 8-9 മാസങ്ങളിൽ വരുമല്ലോ. അപ്പൊ ഇതൊരു തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടാണ്. കാരണം വികസന പ്രവർത്തനങ്ങളിൽ ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ കാര്യങ്ങൾ നഗരസഭ ചെയ്യുമ്പോൾ അതിനെ തകിടം മറിക്കാനും അതിന് പാര വെക്കാനും വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് ഇടതുപക്ഷം നടത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം യാതൊരു അടിസ്ഥാനവും ഇല്ലാതെയാണ് ഈ കഴിഞ്ഞ ദിവസം പത്രസമ്മേളനം നടത്തിയത്. എന്ത് അഴിമതിയാണ് നടത്തിയിട്ടുള്ളതെന്ന് ചൂണ്ടിക്കാട്ടാതെ അവര് നഗരസഭ മീറ്റിങ്ങിൽ പങ്കെടുക്കുമ്പോൾ ഒരു അഴിമതിയും അവിടെ പ്രതിപക്ഷം ഉണ്ടല്ലോ, ഒരു അഴിമതിയും ചൂണ്ടിക്കാണിക്കാൻ. പക്ഷെ എന്നാ പുറത്തു വന്ന് പത്രസമ്മേളനത്തിലൂടെ അഴിമതി ചൂണ്ടിക്കാണിക്കുകയും ഈ പാവപ്പെട്ട തൊഴിലുറപ്പ് തൊഴിലാളികളെ ആ നഗരസഭയുടെ മുമ്പിൽ കൊണ്ടുപോയിട്ട് അവരെ അതൊരു പ്രഹസന സമരമാക്കി മാറ്റി കഴിഞ്ഞു. ഇപ്പൊ നമുക്കറിയാം, മൂച്ചിക്കൽ ബൈപ്പാസ് ഒരുപാട് നമ്മുടെ ടൗണിലെ ഗതാഗത കുരുക്കിന് ഒരു പരിധി വരെ ശമനം ഉണ്ടാവുന്ന ഒരു കാര്യമാണ് മൂച്ചിക്കൽ ബൈപ്പാസ്. തൊഴിലുറപ്പ് തൊഴിലാളികളുടെ ദുഃഖം, ദാരിദ്ര്യം മാറ്റുന്നതിന് വേണ്ടി സർക്കാരിൽ നിന്നുള്ള ഫണ്ടിന് കാത്തിരിക്കാതെ തനത് ഫണ്ടിൽ നിന്നും പൈസ എടുത്തു കൊടുത്ത് അവർക്ക് വേതനം കൊടുത്ത സമീപ പ്രദേശത്തെ ഏക മുനിസിപ്പാലിറ്റിയാണ് വളാഞ്ചേരി നഗരസഭയെന്ന് ആത്മാഭിമാനത്തോടുകൂടി നമുക്ക് പറയാൻ കഴിയും. നമുക്കറിയാം, സമീപ പ്രദേശത്ത് പൊന്നാനി നഗരസഭയുണ്ട്, പെരുന്തൽമണ്ണ നഗരസഭയുണ്ട്. ഇതൊക്കെ ഇടതുപക്ഷം ഭരിക്കുന്ന നഗരസഭയാണ്. അവരൊന്നും ചെയ്യാത്ത രീതിയിൽ തനത് ഫണ്ടിൽ നിന്നും അഡ്വാൻസ് ആയിട്ട് തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് വേതനം കൊടുത്ത ഏക മുനിസിപ്പാലിറ്റിയാണ് വളാഞ്ചേരി മുനിസിപ്പാലിറ്റി. 1000-ൽ ഇന്ന് ഏകദേശം 1 കോടിയോളം രൂപ സർക്കാരിൽ നിന്നും മുനിസിപ്പാലിറ്റിക്ക് കിട്ടാനുണ്ട്. യാഥാർത്ഥ്യം ഇതായിരിക്കെ ഈ യാഥാർത്ഥ്യത്തെ കാണാതെ തൊഴിലുറപ്പ് തൊഴിലാളികളെ സംഘടിപ്പിച്ചുകൊണ്ട് അവർക്ക് കിട്ടുന്ന തുച്ഛമായ വരുമാനത്തിൽ നിന്നും ഒരു സംഖ്യ പാർട്ടി ഫണ്ടിലേക്ക് തിരിച്ചുകൊണ്ട് പിച്ചച്ചട്ടിയിൽ കൈവിട്ട് വരവ എന്നതുപോലെ ഫണ്ട് സമാഹരിച്ചുകൊണ്ട് ആ പാവപ്പെട്ട തൊഴിലാളികളെ സമരരംഗത്തേക്ക് ഇറക്കിയിരിക്കുകയാണ്. ഇത് പൊതുസമൂഹവും ഈ തൊഴിലുറപ്പ് ജോലി ചെയ്യുന്ന സാധാരണക്കാരായ പാവങ്ങളായ തൊഴിലാളികൾ മനസ്സിലാക്കണം എന്നതാണ് ഞങ്ങൾക്ക് ആദ്യമായി പറയുന്നത്. 3 തവണ സ്ഥലം ഏറ്റെടുക്കുന്നതിന് വേണ്ടി മുനിസിപ്പാലിറ്റി കൊട്ടേഷൻ പരസ്യം ചെയ്തു. ഒരു ഭാഗത്തു നിന്നും ഒരു പ്രതികരണവും ഉണ്ടായി. ഞങ്ങൾ ഉറപ്പു നൽകുന്നു, പൊതുശ്മശാനത്തിന് ആവശ്യമായ സ്ഥലം ആരെങ്കിലും തരാൻ തയ്യാറായാൽ, അല്ലെങ്കിൽ സ്ഥലം ചൂണ്ടിക്കാണിച്ചു തന്നാൽ മോഹവിലയ്ക്ക് ആ സ്ഥലം എടുത്തുകൊണ്ട് പൊതുശ്മശാനം തുടങ്ങാൻ വളാഞ്ചേരി മുനിസിപ്പാലിറ്റി തയ്യാറാണ് എന്ന അവസരത്തിൽ ഞങ്ങൾ അറിയുകയാണ്. രണ്ടാമത് CCTVയുടെ കാര്യമാണ്. വളാഞ്ചേരിയിലെ കുറ്റകൃത്യങ്ങൾ തടയുക, അതുപോലെ നമ്മുടെ പുതുതലമുറയെ വഴിതെറ്റിക്കുന്ന മയക്കുമരുന്ന് മാർഗത്തിൽ നിന്നും വളാഞ്ചേരി രക്ഷിക്കുക എന്ന ഉദ്ദേശത്തോടുകൂടി വളാഞ്ചേരി നഗരസഭ വളാഞ്ചേരിയുടെ വിവിധ ഭാഗങ്ങളിൽ CCTV സ്ഥാപിച്ചിട്ടുണ്ട്. അത് സ്ഥാപിച്ചിരിക്കുന്നത് മുനിസിപ്പാലിറ്റി കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനമായ